നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ തമ്പാനൂർ സതീഷാണ്. അദ്ദേഹം BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ്. സ്വാഗതം സതീഷ് ജി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു സംഘർഷം നടന്നത്. അതായത് BJPയും CPM പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം. അത് നമ്മൾ വാർത്തയിൽ വിശദമായി കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറി പോലീസ് തലപ്പത്തെ ചില വിവാദങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുകയാണ്. അതായത് ശ്രീലേഖ പോടാപുല്ലെ പോലീസ് എന്ന് വിളിച്ചത് ശരിയാണോ, സെൻകുമാർ പറഞ്ഞത് ശരിയാണോ, അത്തരം ചർച്ചകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവിൽ നടന്ന പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വിഷയം എന്താണ്? അത് പ്രധാനമായിട്ട് വട്ടിയൂർക്കാവിലെ കാച്ചാണിയിലെ ഒരു പ്രദേശമാണ് മലമുകൾ. അവിടെ BJP അത്ര ശക്തമായൊരു സ്ഥലമൊന്നുമല്ല. അവിടെ ഏരിയ ജനറൽ സെക്രട്ടറി ബിനു അവരുടെ കുടുംബമായി താമസിക്കുകയാണ്. പല ഘട്ടങ്ങളിലും CPMൻ്റെയും മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഭീഷണികളും കുറേ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്നൊരു സ്ഥലവും കൂടെയാണ്. പക്ഷെ ഒരു കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാർ സംഘടനകളോ അങ്ങനെ ഒരു ആക്രമണ പ്രവർത്തനത്തിന് പോകാൻ താല്പര്യമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് ബിനുവിൻ്റെ BJPയുടെ ഏരിയ സെക്രട്ടറി ഭാര്യയെ വളരെ അശ്ലീലപരമായ കാര്യങ്ങൾ കാണിച്ചത്. അത് വളരെ ആക്ഷേപകരമായി വളരെ വേദനയും തോന്നിയതുകൊണ്ടാണ് ബിനുവും ഭാര്യയുമായി നേരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ SHO ബിബിനെ, സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ, അദ്ദേഹത്തിനെ കണ്ട് പരാതി കൊടുത്തത്. വിശദമായി ഈ ഒരു കാണിച്ച CPMൻ്റെ ചില പ്രാദേശിക നേതാക്കൾ കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ അവിടെ വിവരിക്കുകയുണ്ടായി. പക്ഷെ വളരെ പ്രതീക്ഷയോടുകൂടി പോയ കുടുംബത്തിന് അവിടെ നിന്ന് കിട്ടിയത് യഥാർത്ഥത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട മാന്യതയോ അല്ലെങ്കിൽ സംരക്ഷണമല്ല. നോക്കട്ടെ പറയട്ടെ എന്ന ഒരു നിസാര വർക്കിൽ ഇനി വരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു നിസാരവൽക്കരിച്ച് വിടുന്ന ഒരവസ്ഥയാണ് ബിബിൻ എന്ന SHOയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ തിരിച്ച് വരുന്ന വഴിക്കാണ് മലകളിന് മുമ്പായിട്ട് ഒരു സംഘം CPM പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും ബിനുവിനെയും ഭാര്യയെ ആക്രമിക്കുകയും ഉണ്ടായത്. അതുമായി പോയി പരാതി കൊടുത്ത് തിരിച്ചു വരുമ്പോഴാണ്. അപ്പോൾ പോലീസ് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് തന്നെയാണ് ഇവിടെ വന്നിട്ട് പോകുന്ന കാര്യം ഇൻഫർമേഷൻ കൊടുക്കുകയും അവിടെ ആളുകളെ സംഘടിപ്പിക്കുകയും CPMലെ ഗുണ്ടകൾ ഈ ബിബിൻ എന്ന് പറയുന്ന BJPയുടെ ഒരു സഹപ്രവർത്തകനെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആക്രമിക്കുകയും ചെയ്യുന്നുള്ളത് കേരള ചരിത്രത്തിൽ ഒരു വളരെ നിഷ്ക്രിയമായ ഒരു പോലീസിൻ്റെ നിലപാടാണ് പൊതുസമൂഹം കാണേണ്ടത്. കാരണം ഇത്തരം കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകാൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസം 4-ാം തീയതി ഫലപ്രഖ്യാപനം വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ ഇത്രയും തെമ്മാടിത്തനങ്ങൾ കാണിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ പൊതുസമൂഹം കാണുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉണ്ടായ ഇഷ്യൂകൾ പലപ്പോഴും ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് പോലീസ് വീണ്ടും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. മലമുകളിലൊരു ക്രിസ്ത്യൻ പള്ളി അവിടെയുണ്ട്. ആ പള്ളിയുടെ അകത്ത് ഒരു കൂട്ടം CPMകാർ കടന്നു കയറുകയും അവിടെ നിന്നുകൊണ്ട് അവർ പോലീസിനെ, കാരണം പ്രതികളെ പിടിക്കാൻ എന്ന വ്യാജേനയാണ് പോലീസ് വന്നത് എന്നതുകൊണ്ട് തന്നെ പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് CPMൻ്റെ ചില പ്രവർത്തകർ കല്ലെടുത്തെറിയുകയുണ്ടായി. വളരെ വലിയ കല്ലുകളൊക്കെയാണ് എടുത്തെറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്നിട്ട് നോക്കി നിൽക്കുകയാണ്. പ്രതികളെ പിടിക്കാനല്ല അവർ വന്നത്, മറ്റെന്തോ ചിന്തയോട് വന്നതാണ്. അപ്പം തിരിച്ച് BJP പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭാഗ്യവശാൽ BJP പ്രവർത്തകർ പള്ളിയിൽ അവിടെ നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ തയ്യാറായില്ല. കാരണം ഇതിനകത്ത് ഒരു എറിയെങ്കിലും എറിയുന്നത് CPMകാരൻ്റെ തോളിത്തോട്ട് തട്ടാതെ പള്ളിയിലെ അങ്കണത്തിലോ പള്ളിയിലെ ഏതെങ്കിലും ഒരു ഗ്ലാസോ എന്തെങ്കിലും തകർന്നാൽ ഇതൊരു വർഗീയ കലാപമായി മാറ്റാനുള്ള ശ്രമമാണ് CPMൻ്റെ നേതൃത്വം നടത്താൻ ഗൂഢാലോചന. അതിൽ CPMൻ്റെ പ്രമുഖരായ നേതാക്കളുടെ ഒരു വലിയ ചർച്ച നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായത്. വട്ടിയൂർക്കാവ് പോലീസ് നിഷ്ക്രിയമായത്. പിന്നെ ഈ പ്രത്യേകിച്ച് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രാൻസ്ഫറായി ചെങ്ങന്നൂരിൽ നിന്ന് ട്രാൻസ്ഫറായി വന്ന ഒരു SHO ആണ് ബിബിൻ. ആ ചെങ്ങന്നൂരിൽ നിന്ന് വന്നിട്ട് 1-1.5 മാസത്തിനകത്ത്
പുള്ളി കാട്ടിക്കൂട്ടിയ അക്രമങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും BJP പ്രവർത്തകരെയും സംഘപരിവാർ സംഘടനാ പ്രവർത്തകരെയൊക്കെ ഓട്ടിച്ചിട്ട് ഉപദ്രവിക്കുക, ആക്രമിക്കുക, അവരെ ശാരീരികമായി ഉപദ്രവിക്കുക, അവരെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുക, ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നവനെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ടാക്സി ഓട്ടിക്കുന്നവനെ ഉപദ്രവിക്കുക, അതുപോലെ അതായത് രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടത്താൻ കഴിയാത്ത വണ്ണമുള്ള ഉപദ്രവങ്ങൾ കഴിഞ്ഞ 1.5 മാസമായി ഈ SHO എന്ന് പറയുന്ന ഭീമിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇതൊക്കെ CPMൻ്റെ ഒരു ഗൂഢാലോചന. ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ഇത്തരം അക്രമ സംഭവങ്ങൾ ചെയ്തു പോയാൽ വടക്കേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിക്കുകയും വിമർശിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സ്വന്തം സംസ്ഥാനത്ത് ഇത്തരം വൃത്തികേടുകൾ നടക്കുമ്പോൾ മൗനം വഹിച്ച് അവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് പോലീസിനെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇത് കേരള സംസ്കാരത്തിന് യോജിക്കാത്ത നടപടിയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ വനിതാ സഹപ്രവർത്തകർ, കൗൺസിലർമാർ, അതുപോലത്തെ സംസ്ഥാന ജില്ലാ വനിതാ മോർച്ച പ്രവർത്തകർ, നേതാക്കന്മാർ, അവരൊക്കെ വനിതകൾ ശക്തമായി സമരരംഗത്തേക്ക് വന്നു. അവരൊക്കെ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിലും അടിച്ചമർത്തിയാണ് ഉണ്ടായത്. അടിച്ചമർത്തുക മാത്രമല്ല, ക്രൂരമായി ഉപദ്രവിച്ചു. സ്ത്രീകളെ പോലും ക്രൂരമായി ഉപദ്രവിച്ചു. ഈ തെരുവ് പട്ടികൾ അലഞ്ഞു പോകുമ്പോൾ കടിച്ചു പറിക്കുന്നത് പോലെയാണ് പോലീസിലെ ചില വനിതാ ഉദ്യോഗസ്ഥയും ചില പുരുഷ പോലീസുകാരന്മാരും. അവർ പലരും നമ്മളെ വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെയുള്ള വനിതകളെ മുഴുവൻ കടിച്ചു പറിക്കുകയായിരുന്നു. ഇതെന്ത് ആഭാസമാണ് അവിടെ നടക്കുന്നത് കേരളത്തിൽ. അതിലൊരു നൗഫൽ എന്ന് പറയുന്നത് പോലീസുകാരൻ, പുരുഷ പോലീസുകാരനുമുണ്ട്. ഈ കടിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഇപ്പോൾ ട്രെയിനിങ് ആയിട്ട് മാറിയോ കേരള പോലീസിൽ? വളരെ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന ഒരു നാടാണ്. പഴയ കാലത്തുണ്ടായിരുന്ന കടുവ കൃഷ്ണൻ നായർ സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പോലുള്ളവർ, അതുപോലെ ലംബോദരൻ നായർ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലുള്ളവർ, അതുപോലെ തന്നെ മിന്നൽ പരമേശ്വരൻ നായർ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ, അതുപോലെ ജോർജ് ജോസഫിനെ പോലുള്ളത്, മുകുന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സാറിനെ പോലുള്ള അവരെ പ്രഗത്ഭരായ ആളുകൾ നയിച്ച ഒരു സേനയിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ കേരളത്തിൽ വന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഇത്രയും അതിക്രമം കാണിക്കുമ്പോൾ കൈകെട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനവും കൈകെട്ടി നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനവും വളരെ നാണക്കേടാണ്. പ്രഗത്ഭരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ആണ് കേരളം. കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മാന്യമായി പൊതുപ്രവർത്തകരോട് പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതുപോലുള്ള പുഴുക്കുത്തുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ, ഇടപ്പഴിഞ്ഞിയിലുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ രാത്രി 8 മണിക്ക് വന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഷൂ ഇട്ടുകൊണ്ട് വന്ന് ചവിട്ടി പൊട്ടിക്കുകയാണ് ഉണ്ടായത്. അവിടെ ചവിട്ടി പൊട്ടിട്ട് അവിടെ കൂടിയിരുന്ന യോഗത്തിൽ പങ്കെടുത്ത, അവിടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത 6 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവിടെ അമ്പലത്തിനകത്തിട്ട് തുടങ്ങിയ ക്രൂരമായ മർദ്ദനം വണ്ടിക്കകത്തിട്ടും ചെയ്തു. വണ്ടിക്കകത്ത് ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, അവരെ കൊണ്ടുപോകുന്ന വഴിക്കും ക്യാമ്പിനകത്തൊക്കെ ക്രൂരമായി മർദ്ദിച്ചു. എന്തിനാ പറയുന്ന, ഈ പരാതിക്കാരനായ ബിനുവിനെ, സ്വന്തം ഭാര്യയുടെ മാനം സംരക്ഷിക്കാൻ പോയ ഏരിയ ജനറൽ സെക്രട്ടറി ബിനുവിനെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിലിട്ട് പിടിച്ചു, വണ്ടിക്കകത്തിട്ടു, ക്യാമ്പിനകത്ത് കൊണ്ടിടിച്ചു. അവസാനം ഒരു വയർലെസ് സെറ്റ് കൊണ്ട് കൺട്രോൾമെൻറ്റ് CA അദ്ദേഹം ഇവിടെ മുഖത്തിടിച്ച് തകർത്തു. പിന്നെ ഒരു SI ദീപ് പിള്ള, അയാൾ ക്രൂരം അമ്പലത്തിനകത്ത് നിന്ന് കാണിച്ച് അഭ്യാസം കണ്ടാൽ ഒരു ഭ്രാന്തൻ്റെ സ്വഭാവമാണ് കാണിച്ചത്. അവിടെ എല്ലാം വലിച്ചെറിയാണ് ഉണ്ടായത്. ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ എടുത്ത് എറിയാണ്. അവിടെ ഇരുന്ന ഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാരതം, ഇതൊക്കെ അവിടെ ഒരു പാഠശാലയാണ്. ഹിന്ദുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠശാലയാണ്. ഹിന്ദു പാരായണങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയിൽ വന്ന് ഇത്രയും അതിക്രമം കാണിച്ചിട്ടും ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സീനിയർ നേതാവ് തെറ്റായിപ്പോയി എന്ന് പറയാൻ പോലും അവർ കാണിച്ചിട്ടില്ല. ആ വിവേകമില്ലാത്തവരായിപ്പോയി. അവരെ യഥാർത്ഥത്തിൽ പറയണ്ടേ? ഒരു തെറ്റ് 1-2 ദിവസമായിട്ട് തുടങ്ങിയ സംഭവങ്ങളല്ലേ ഇത്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധപൂർവം നടത്തിയ ഒരു അക്രമമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട എന്ത് നടപടിയാണ്, എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? അവിടെ ഉണ്ടായ ഒരു സ്ത്രീ ആക്ഷേപിച്ചുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായി. അതിൽ പരാതി കൊടുത്തു. പരാതികൾക്ക് നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത വിഭിന്ന പോലുള്ള ക്രിമിനലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ഒരു ചില CPMകാരുടെ ആജ്ഞാവൃത്തിയായി വിപിൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ വിപിൻ്റെ കൂടെയുള്ള ദീപുപിള്ള പോലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലമായി കാണുന്ന സംഘപരിവാർ സംഘടനയിലെ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും ക്രൂരമായി മർദ്ദിച്ചാൽ ഈ സമരം അവസാനിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യകാലത്തിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം
കഴിഞ്ഞ 100 വർഷക്കാലമായി തുടർച്ചയായിട്ട് പ്രതിസന്ധികളിൽ തരണം ചെയ്തുകൊണ്ട് ഭരണമാറ്റത്തിന് മുമ്പേയും ഭരണമാറ്റം ഇല്ലാതെയും എല്ലാ കാലത്തും ഭരണമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും ഉദിച്ചു വന്ന അല്ലെങ്കിൽ കുതിച്ചു വന്ന ഒരു സൂര്യ തേജസ് പോലെ വന്നിട്ടുള്ള ഈ സംഘപരിവാർ സംഘടനകളെ ഏതെങ്കിലും 2-3 നാനൂൽ പോലീസുകാരെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനയല്ല. അത് ശക്തമായ അടിത്തറയുള്ള ഇന്ത്യ ഒട്ടാകെ വേരുള്ള ഒരു സംഘടനയാണ്. ഭാരതം ഭരിക്കുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ്. ഇന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് 4-ാം തീയതി കഴിയുമ്പോൾ ഈ പിന്തുണ കൊടുത്ത CPM നേതാക്കളുടെ സംരക്ഷണം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വിപിനും കൂട്ടർക്കും വരും. കാരണം ഈ സർക്കാർ തുടർന്നു പോകുന്ന കാര്യത്തിൽ 100% ഞാൻ ഉറപ്പ് പറയുന്നു. 4-ാം തീയതി തിരഞ്ഞെടുപ്പ് പൊട്ടിക്കുമ്പോൾ BJP വൻ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കും. വൻ മുന്നേറ്റം BJP കേരളത്തിലുണ്ടാക്കും. അതിൻ്റെ പ്രതിഫലനമായിട്ട് ഇവിടെ ആര് ജയിക്കും തോക്കുമെന്ന് എനിക്കിപ്പം പറയാൻ കഴിയില്ല. പക്ഷേ CPMൻ്റെ ഭരണം ഇവിടെ അവസാനിക്കുമെന്ന് മാത്രമേ പറയൂ. ഈ ബിനുവിനും കുടുംബത്തിനുമെതിരെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ്. ബിനുവിനും കുടുംബത്തിനെതിരെ ആദ്യ ആക്രമണം ഉണ്ടാകുന്നു. ബിനു പരാതി നൽകുന്നു. പക്ഷേ പിന്നീട് ബിനു പോലീസ് മർദ്ദനത്തിൽ ചോര ഒലിപ്പിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഇത്രയൊരു ആക്രമണത്തിൻ്റെ, അല്ലെങ്കിൽ പോലീസിന് ഇത്തരത്തിലൊരു അവരുടേതായ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. മലമുകൾ ചില ഈ ഭാരതീയ ജനതാ പാർട്ടി അവിടെ ശക്തമായി മുന്നേറ്റത്തോടെ കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ബിനു. ആ ബിനുവിനെ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള തെമ്മാടികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയും വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും വീട് കയറി അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് കാണിച്ചാലും സംഘപരിവാർ സംഘടനകളെ തളർത്താൻ കഴിയില്ല, അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഒട്ടനവധി ഇപ്പം തന്നെ കഴിഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. ഞങ്ങൾ മാർച്ച് നടത്തിയത് വളരെ ശാന്തതയോടുകൂടി നടത്തി. കാരണം അണികളോട് ആദ്യം പറഞ്ഞത് ഒരു കാരണവശാലും അക്രമ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, പക്ഷെ നമ്മൾ ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ഒരു ഇല പോലും അനങ്ങാത്ത മുദ്രാവാക്യം വിളിച്ചതും ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയതല്ലാതെ ഒരു പോലീസിനെ ആക്രമിച്ചിട്ടില്ല. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് നമ്മൾ തരുന്നത്. നിശബ്ദനാകാനും അറിയാം സംഘപരിവാർ സംഘടനകൾക്ക്. അതുപോലെ തിരിച്ച് നമ്മുടെ സഹപ്രവർത്തകരെ കൈവച്ചു പോയാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള സംഘടനാ ശക്തി ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ സംഘടനകൾക്കുണ്ട്, RSSനുണ്ട്. അതുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ ഇവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വ്യക്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, മുഴുവൻ പേരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മേലുദ്യോഗസ്ഥന്മാരെ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തി നടപടിയെടുക്കണം. ഇവരെ പേര് ശക്തമായ നടപടി ഉണ്ടാവണം. നമ്മുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പല അന്വേഷണങ്ങളും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുണ്ടാവും. ഈ അക്രമം കാണിച്ചിട്ടുള്ള, തെമ്മാടത്തനം കാണിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ST വകുപ്പ് വിഭാഗം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മറ്റു പോലീസ് വിഭാഗത്തിൻ്റെ അന്വേഷണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഉണ്ടാകും. അതുപോലെ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകും. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇന്ന് വിപിനെ പോലുള്ള സംരക്ഷിക്കുന്ന CPM ആൾക്കാർ നാളെ 4-ാം തീയതി കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവില്ല എന്ന് വിപിൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ BJPയുടെ സമുന്നതരായ പ്രാദേശിക നേതാക്കളെ ആക്രമിക്കുന്നു, അതിനുശേഷം പോലീസ് മർദ്ദനം ഉണ്ടാകുന്നു, സമരം നടത്തുന്ന വനിതകൾക്കെതിരെ ഈ പ്രാകൃതമായ രീതിയിൽ കടി ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഈ ഒട്ടും വളരെ വൃത്തികെട്ട വെള്ളമാണ് ജലപീരങ്കിയിൽ ഉപയോഗിച്ചതെന്നടക്കമുള്ള വാദങ്ങളുണ്ട്. അപ്പോൾ ഇത്രയധികം ആക്രമണങ്ങൾ നടന്നിട്ടും ഇതൊരു പഴയ BJP അല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കില്ലേ? ഒരു വല്ലാത്ത സംയമനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് നഗരഭരണം കയ്യിലുള്ളത് കൊണ്ടാണ്. നഗരഭരണം കണ്ടുകൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം സംഘപരിവാർ സംഘടന തുടങ്ങിയത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണം ഭരിക്കുമ്പം സംഘപരിവാർ സംഘടനകൾക്ക് കോർപ്പറേഷൻ ഭരണം മാത്രമല്ലല്ലോ. ദേശീയ പാർട്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് സംഘപരിവാർ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനവും അധികാരം കണ്ടുകൊണ്ടല്ല സംഘപരിവാർ സംഘടന മുന്നോട്ട് പോകുന്നത്. അവർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ ഭരണഘടനയനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. തിരിച്ചടിക്കാനുള്ള സംഘടനാ ശക്തിയൊക്കെ സംഘപരിവാർ സംഘടനകൾക്കുണ്ട്. പക്ഷേ ഈ പൊതുസമൂഹത്തിൽ നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർ, നമ്മളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ, നമ്മളെ വിശ്വസിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, അവരെ നയിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, സംഘപരിവാർ സംഘടനകൾക്കുണ്ട്, RSSനുണ്ട്. അതുകൊണ്ടാണ്
നമ്മളെ ആക്രമിച്ചു. പക്ഷേ ഒരു പള്ളി ആക്രമണം ആസൂത്രണം ചെയ്ത CPM-നെ അതിൽ മാത്രം പരാജയപ്പെട്ടു. അവർ എങ്ങനെയെങ്കിലും BJP സംഘടനകളെ, സംഘപരിവാർ സംഘടനയെ കൊണ്ട്, RSS-നെ കൊണ്ട് ക്രിസ്ത്യൻ പള്ളിയെ എറിഞ്ഞ് തകർത്ത് അതിൽ പേരെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ നിന്ന് തിരിച്ചറിയുന്നത് CPM-ൻ്റെ പ്രവർത്തകരാണ്. പക്ഷേ തിരിച്ച് ആരെങ്കിലും ഒരു പ്രവർത്തകൻ എറിഞ്ഞു വരുന്നുവെങ്കിൽ അതൊരു വർഗീയ കലാപമായി മാറ്റാനുള്ള ഗൂഢലക്ഷ്യം പോലീസും CPM മുൻകൂട്ടി തന്നെ എടുത്തിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഒന്നല്ല ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാർ, അത് കേരളത്തിൽ പലയിടത്തും ഉണ്ട്. അത്തരം ആളുകളെ വെച്ചുകൊണ്ട് പോയാൽ അവർ സ്വയം വഴിയാതരമാകുന്നതല്ലാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ സർവീസിലിരിക്കും. എത്ര കാലം ഇനി അവർ കേസ് പറയേണ്ടി വരും, അവരെ PR കട്ട് ചെയ്യുന്നു പോകുന്ന അവസ്ഥ വരും, സസ്പെൻഷൻ വരും, അവരുടെ പേരിൽ മേൽ നടപടികൾ ഇനിയും പല പല കേസിൻ്റെ പേരിൽ വരും. അവർക്ക് ഇങ്ങോട്ട് മാത്രമല്ല കേസെടുക്കാൻ കഴിയുന്നത്, പൊതുസമൂഹത്തിന് അങ്ങോട്ടും കേരളത്തിൽ കേസെടുക്കാൻ കോടതികളുണ്ട്, നിയമം സംരക്ഷിക്കപ്പെടുന്ന പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അത്തരം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മുന്നോട്ട് നേതൃത്വം പോകും എന്നാണ് നമ്മൾ പറയാനുള്ളത്. അതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ അദ്ദേഹം ഇതിൻ്റെ ഈ നമ്മളെ പ്രവർത്തകരെ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വളരെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. അത് തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ടുള്ള നടപടികളും ഒക്കെ ആരംഭിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകൾ അവരുടേതായ രീതിയിൽ തന്നെ വളരെ നേതൃത്വപരമായി അവർ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. ലീഗൽ സൈഡിലുള്ള സെക്ഷൻ ആ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായി തന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാരണവശാലും ഇതിനകത്ത് ഇതുപോലുള്ള ചെറ്റ പ്രവർത്തനങ്ങൾ, അധർമ്മികമായ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തായാലും പുരുഷന്മാരുടെ ഭാഗത്തായാലും ആക്രമിച്ചത് തെറ്റാണ്. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല, ഒരു പരാതി കൊടുത്ത, ഒരു സ്ത്രീ വിഷയത്തിൽ പരാതി കൊടുത്ത ആ കുടുംബത്തെ ആക്രമിക്കുന്ന തലത്തിലേക്കും അവരെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ശത്രുക്കളെ മുമ്പിൽ പരാതിക്കാരെ കൊണ്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു ആസൂത്രണമാണ്. കൊലപാതകം ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഒരു കൊലപാതക ശ്രമമാണ് നടന്നത്. ബിനുവിനെ കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അയാളുടെ ഭാര്യയെ കൊല്ലാനുള്ള ശ്രമമാണ്. കാരണം തെളിവ് നശിപ്പിക്കുക, കൊന്ന്. അത്തരം ശ്രമങ്ങൾ ഇവിടെ കേരളത്തിൽ മുമ്പൊന്നും ഉണ്ടായിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ, സാക്ഷി പറയുന്നവരൊക്കെ വെട്ടിക്കൊല്ലുന്ന ഒരു നയത്തിലേക്ക് പോയിട്ടുള്ള ഒരു CPM പാർട്ടിയുടെ ചെറുകിട ആൾക്കാരാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ചില നേതാക്കന്മാരെ കൊണ്ട് ആ പേരുകൾ നമ്മളിപ്പെടുത്തുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാമെന്നുള്ള വട്ടിയൂർക്കാവിലെ എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. അതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ മുമ്പാകെ അന്തസ്സായിട്ട് ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തനങ്ങൾ, അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ചെയ്യുകയല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയാൽ ഞങ്ങൾ വിജയിച്ചു എന്ന് ഏതെങ്കിലും CPM ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ വിചാരിച്ചാൽ അവരൊക്കെ മൂഢസ്വർഗത്തിലാണ്. 4-ാം തീയതി കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് ഉണ്ടാവും. പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ രക്ഷപ്പെടുന്നത്? പോലീസിൻ്റെ പിന്തുണ, പോലീസിന് ഇത്തരം ചില വിപിൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ദീപ് പിള്ളയ്ക്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് CPM-ൻ്റെ പ്രാദേശിക നേതാക്കളുടെ പിന്തുണ കിട്ടി. ആ നാളെ മെയ് മാസം 4-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പിന്തുണ ഉണ്ടാവില്ല. കാരണം ഗവൺമെൻറ് ഇല്ലല്ലോ, LDF ഗവൺമെൻറ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ഓർക്കുന്നത് നല്ലതാണ്. നമുക്ക് നിയമപോരാട്ടത്തിന് നമ്മൾ മുന്നോട്ട് പോകും, നമുക്ക് MLA-മാരുണ്ടാവും, നമുക്ക് ശക്തമായി നമ്മൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കേരള രാഷ്ട്രീയം പോകും. അതുകൊണ്ട് നമുക്കൊരു ഭയപ്പാടുമില്ല. നമ്മൾ ഒരു കാര്യം പറയുന്നു, വർഗീയ കലാപം ഉണ്ടാക്കി BJP-യുടെ തലയിലും സംഘപരിവാർ സംഘടന തലയിലും CPM-ഉം കോൺഗ്രസും വയ്ക്കാൻ പോയാൽ അത് ഈ കേരളത്തിൽ വില പോവില്ല. ഞങ്ങൾ കൃത്യമായും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത്. അത്ര മാത്രമേ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുള്ളൂ. ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും. ഈ BJP-യുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണോ, മണ്ഡലത്തിലെ രാഷ്ട്രീയ മുന്നേറ്റമാണോ ഇവരെ ഈ പ്രകോപിതരാക്കുന്നത്? തീർച്ചയായിട്ടും. ഈ മലമുകളിലൊക്കെ BJP-ക്ക് പണ്ടൊരു ഹോൾഡ് ഉണ്ടായിരുന്ന സ്ഥലമല്ലല്ലോ അത്. ഇപ്പോൾ BJP-യുടെ ആ പ്രദേശങ്ങളിലേക്കുള്ള മുന്നേറ്റമാണോ? അതാണല്ലോ പഴയ കാലങ്ങളിൽ കണ്ണൂർ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നെന്ന് വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് ഇപ്പം ജനങ്ങൾ പോയി കഴിഞ്ഞു. കാരണം അവിടെ ഇപ്പം BJP ശക്തമായ വേരോട്ടുള്ള സ്ഥലമാണ് കണ്ണൂരൊക്കെ. അതുപോലെ മലമുകളിലും ഒരു ചെറിയ പ്രദേശമാണ്, കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് BJP-യുടെ ശക്തി പ്രാപിച്ചു വരുന്നത് CPM-നെ അസ്വസ്ഥരാക്കുന്നു.
അതാണ് ഈ അക്രമം നടത്തുന്ന പ്രേരിപ്പിക്കുന്നത്. പക്ഷേ BJP ശക്തി ആർജിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത് അക്രമം നടക്കുന്നു എന്നാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ. അതിവിടെ മാത്രമല്ല, പലയിടത്തും BJP ശക്തി പ്രാപിക്കുന്ന സ്ഥലങ്ങളിൽ CPM-ന്റെയും ചില കോൺഗ്രസ് നേതാക്കളെയൊക്കെ നിർദ്ദേശപ്രകാരം ചില ആക്രമണമൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നത് BJP-ക്കെതിരായിട്ട് ആക്രമണം കൂടുതൽ നടത്തുന്നത് CPM-ആണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് നുണപ്രചരണങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് അവർ പല ഘട്ടങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേരള ഒട്ടാകെ മണിപ്പൂർ പോലെ ആയി എന്ന് പറഞ്ഞ് മലമുകളിലെ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാമായിരുന്നു. പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടു പോയി. കാരണം ചെയ്യാത്ത കുറ്റത്തിന് അത് നമ്മളെ പ്രവർത്തകരിലൊക്കെ വീഡിയോ ഉണ്ട്. CPM-കാർ കല്ലെടുത്തെറിയുന്നു, അവരെ പ്രതിയാക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ചെയ്യുന്നത് BJP പ്രവർത്തകരെ പ്രതിയാക്കുകയാണ്, കേസെടുക്കുകയാണ്, ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഈ CPM പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ സ്ത്രീകൾ, ഈ നമ്മുടെ ബിനുവിനെ, ഏരിയ ജനറൽ സെക്രട്ടറി ബിനുവിനെ ആക്രമിച്ച കേസിലെ 3 പ്രതികളെ ഒരു മക്കളെ മുന്നിൽ വിളിച്ചുകൊണ്ട് പോയി. ക്രൂരമായി ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമല്ല, മക്കളെ വിളിച്ചുകൊണ്ട് പോയി നേരെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തി സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടയിച്ചു. അത്ര ബലത്ത ഒരു നിയമമാണ് അവരെ വലിയ കേസെടുത്തത്. അതായത് സ്റ്റേഷൻ ജംഗ്ഷൻ വരെ പോയാൽ അത് സ്റ്റേഷൻ ജാമ്യം കിട്ടും. BJP-യും CPM-ഉം തമ്മിലുള്ള വിഷയം അത് ഈ ക്ഷേത്രത്തിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറിയതോടുകൂടിയാണോ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരുന്നതും? ഞാൻ ചോദിക്കട്ടെ, ഇത് മറ്റേതെങ്കിലും മതസംഘടനകളുടെ സ്ഥാപനങ്ങൾ, മത ആരാധന നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് പോലീസ് ബൂട്ടിട്ട് കയറിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താവുന്നു? ഹർത്താലും വെടിവെപ്പും അക്രമവും മൊത്തം ഉണ്ടാവില്ലേ? ഇവിടെ നമ്മൾ ആത്മസംയമനം പാലിച്ചു. കേരള സംസ്ഥാനത്ത് വോട്ട് ചെയ്ത ജനത്തിനെ ഭയപ്പാടിലേക്ക് കൊണ്ടുവരികയെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാത്തത്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കമ്മീഷൻ ഓഫീസിൽ നടത്തിയ ധർണ കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ് ഈ ധർണ. കാരണം അത് ജില്ല ഒട്ടാകെയല്ല, വെറും 4 നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകരാണ്. വെറും 4 നിയോജകമണ്ഡലം: തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം. ഈ പോലീസിൻ്റെ വാഹനത്തിലിട്ട് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. മേയറാണത് തടഞ്ഞവരെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നൊക്കെയുള്ളൊരു വാർത്ത വന്നല്ലോ. അപ്പോൾ കൃത്യമായി മേയറെ ടാർഗറ്റ് ചെയ്യുന്നതാണോ അതോ നഗരസഭയെ ടാർഗറ്റ് ചെയ്യുന്നതാണോ? എന്താണ് ഈ ഒരു രാഷ്ട്രീയം? അതോ BJP-യുടെ ഒരു സംസ്ഥാന നേതൃത്വത്തെ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അതെ, ഇതിനകത്ത് പ്രധാനമായി കാരണം 45 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലല്ലല്ലോ നഗരസഭ. കഴിഞ്ഞ 45 വർഷമാണ് CPM ഭരിക്കുന്ന അവരുടെ കയ്യിൽ അമ്മാനമാടിയ തിരുവനന്തപുരത്തെ നഗരസഭ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യാകുലതയാണ് ഇവിടേക്ക് കാട്ടിക്കൂട്ടുന്നത്. ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് ഗവൺമെൻറ് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് കുടിവെള്ളം എത്തിക്കുക. ഇപ്പോൾ ഇവർ പറഞ്ഞു വരുത്തുന്നത് നഗരസഭയാണ്. പൈപ്പുമായിട്ട് ഒരു ബന്ധവും ഇല്ല. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് കുടിവെള്ളം ടാങ്കറിൽ വേണമെങ്കിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. അല്ലാതെ പൈപ്പ് വഴിയുള്ള ലൈനിൻ്റെ പൈസ അടയ്ക്കുന്നതും പൈസ ഈടാക്കുന്നതും പൈസ കൊടുക്കുന്നതും പൊതുസമൂഹം കൊടുക്കുന്നതൊക്കെ ആർക്കാ? വാട്ടർ അതോറിറ്റിക്കാണ്. ഡ്രെയിനേജ് സംവിധാനം ആർക്കാ? അതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഒരു വിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ ഈ പൈസ അടയ്ക്കുന്നതിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മാത്രമല്ല ഡ്രെയിനേജ് സംവിധാനത്തിനും കൂടെ ഫണ്ടിങ്ങിൻ്റെ ഒരു കുറച്ച് ശതമാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ നമ്മൾ ആദ്യമായിട്ട് നഗരസഭ ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ ആരാധ്യനായ മേയർ VV രാജേഷ് ആറ്റിയാൽ പൊങ്കാലയ്ക്കുള്ള ക്രമീകരണങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്നതിനിടയിലാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ ഇടപെടലോടുകൂടി അവിടെ 10-20 വാർഡുകളിൽ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്കുള്ള വർക്ക് ചെയ്തത്. അതിന് അവർക്ക് ആധികാരികമായി ചെയ്യാൻ കഴിയുന്ന വാട്ടർ അതോറിറ്റിയുടെ ഭരിക്കുന്നത് മറ്റൊരു ഘടകകക്ഷിയാണ്, നിയന്ത്രിക്കുന്നത് CPM നേതാക്കന്മാരാണ്, അവരുടെ സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം മുട്ടിക്കാനുള്ള പരമാവധി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ആ തന്ത്രങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ തന്ത്രങ്ങളിൽ ജനങ്ങൾ വീഴില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. കുടിവെള്ളം ടാങ്കറിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം വേണമെങ്കിൽ നഗരസഭ ഏറ്റെടുക്കും. അത് ആരാധ്യനായ മേയർ ചെയ്യും. പിന്നെ ഇപ്പം തെരുവ് പട്ടികളെ പിടിക്കുന്ന കാര്യത്തിൽ 2-3 ഷട്ടറുകൾ അദ്ദേഹം പോയി കാണുകയും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴും അതിനെ മുഴുവൻ തകടം മറിച്ച് CPM-ഉം കോൺഗ്രസും കൂടെയാണ്. അവിടെ ചെന്ന് സമരം ഉണ്ടാക്കി. ഇവർ നഗരത്തിൽ പട്ടി കടിച്ച് ആളുകൾ ചത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കുട്ടികളെ കടിച്ച് പറിക്കുന്നു. അതുപോലെ വയസ്സായവരെ കടിച്ച് പറിക്കുന്നു. അവർക്കൊന്നും പൊതുസമൂഹത്തിൽ വെളിയിറങ്ങി കല്യാണത്തിന് പങ്കെടുക്കാനല്ല, ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല. കടിയോടെ കടിയാണ്. ആ ഘട്ടത്തിലൊരു മോചനത്തിന് വേണ്ടിയാണ് മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി സ്ഥലങ്ങൾ കണ്ടെത്തി എല്ലാം ക്ലിയർ ചെയ്ത് കുറേ പട്ടികളെ പിടിച്ച് അവിടെ കൊണ്ടിട്ടപ്പോൾ അവിടെ ചെന്ന് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കന്മാരും പങ്കെടുത്ത സമരം നടത്തുന്നത്
ജനങ്ങളെ സംരക്ഷിക്കാനാണോ അവരെ വേദനിപ്പിക്കാനാണോ അവരെ അപകടപ്പെടുത്താനാണോ ചിന്തിക്കണ്ടേ? ഇപ്പോൾ ഈ പോലീസ് അതിക്രമത്തിനെതിരെയൊക്കെ പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ആർ ശ്രീലേഖയുടെ ഒരു വ്യക്തിപരമായ ഹോൾഡൊക്കെ വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടി വന്നിട്ടില്ല. ഇപ്പോൾ SHOയ്ക്ക് അവധി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവധി ആരോഗ്യപരമായ കാരണങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ നടപടി വരും വരെ പാർട്ടി പൂർണ്ണമായും ഇതിന് പിന്നാലെ പോവും, സമരത്തിലേക്കാണ്. നമ്മളൊരു SHO വരെ പുറകെ നടക്കുന്ന ഒരു പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനയും. ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഒരു CA കണ്ട് പേടിച്ച് വിറച്ച് കഴിയുന്ന ഒരു സംഘടനയല്ല ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനയും RSS ഒക്കെ. ഇതൊക്കെ എത്രയേ കണ്ടിട്ടുള്ളതാണ്. ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതൊക്കെ ഒരു കൊല്ലുന്ന ഒരു ഹാരമേ ഉള്ളൂ. അതൊന്നും ഒരു ഘടനയല്ല. അവരൊക്കെ സർവീസിൽ അധികാലം തുടരാൻ കഴിയുമോ ഇല്ലെന്നുള്ളത് വരുന്ന കാലങ്ങളിൽ തെളിയിക്കപ്പെടും. ഇവരൊക്കെ വീട്ടിൽ വെറുതെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പം ഈ പറഞ്ഞ ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടാവും? പിന്നെ നിങ്ങൾ ചോദിക്കും, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ പോയില്ലേ, ഈ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തില്ല. അത് സ്വാഭാവികമാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്ത് നടക്കുമ്പോൾ സ്വന്തം പാർട്ടി പ്രവർത്തകനെ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പം സാധാരണ ഒരു നടപടിയാണ് പ്രവർത്തകരെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ പറയുന്ന ചില വാക്കുകൾ. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണം. അതൊക്കെ സ്വാഭാവികമാണ്. പോലീസുകാരുടെ നാട്ടിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവിക നടപടി. സാമ്പിൾ പഠിക്കട്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ അനീതിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു അല്ലേ? ഇത് നിയമപരമായിട്ടുള്ള പോരാട്ടം നടക്കും. നമുക്കിപ്പോൾ അക്രമം നടത്തണമെങ്കിൽ എപ്പോഴും ഏത് ഉദ്യോഗസ്ഥന്മാരെ കയറ്റം ചെയ്യാം. എന്താ പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രവർത്തകർ കിടപ്പുണ്ട്, ജയിലിൽ കിടക്കാൻ താല്പര്യമുള്ളവരുണ്ട്. കാരണം ഇവരൊക്കെ എത്രയോ വർഷമായിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതാക്കി എത്രയോ പ്രാവശ്യം കിടന്നിട്ടുള്ളവരല്ലേ. അതുകൊണ്ട് അവർക്കൊന്നും പേടിയും ഭയമൊന്നുമില്ല. അത് ആണിനുമില്ല പെണ്ണിനുമില്ല. അതുകൊണ്ട് ഭയപ്പെടുത്തൽ ഈ പാർട്ടിയോട് വേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയോടും സംഘപരിവാർ സംഘടനയോട് ഭയപ്പെടുത്തൽ എന്ന് പറഞ്ഞ പരിപാടിയേ വേണ്ട. അത് CPM വാങ്ങി വെച്ചാൽ മതി, കോൺഗ്രസും വാങ്ങി വെച്ചാൽ മതി. വനിതാ കൗൺസിലർമാർക്കെതിരെ അടക്കം കേസുകളുണ്ട്. കേസൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എത്രയോ വർഷത്തിന് വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാർക്കും 10-30 കേസുകൾ വരെയുണ്ട്. സമരം ചെയ്യുമ്പോൾ ഇവർ കേസെടുക്കുന്നു. ഒരു കേസിനകത്തൂടെ വീണ്ടും കേസെടുക്കും. അവരങ്ങനെയാണ്. CPMൻ്റെ ഒരു നയം അതാണ്. നമുക്കതൊന്നും പ്രശ്നമല്ല. കേസൊക്കെ ഒരു സൈഡിലേക്ക് നടക്കട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല, മുന്നോട്ട് തന്നെ പോകും. ശരി, എന്തായാലും നമസ്കാരം. വളരെയധികം നന്ദി പ്രതികരിച്ചത്. താങ്ക് യു.